ഹായ്, വെൽക്കം ടു കലവറ. വിഷു ഇനി എത്താറായി. നിങ്ങളെപ്പോലെ തന്നെ ഞാനും തിരക്കിലാണ്. നമുക്കിന്ന് വിഷു സ്പെഷ്യൽ ഗോതമ്പ് പ്രഥമൻ ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് നുറുക്ക് ഗോതമ്പ്. അത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഞാൻ വാങ്ങിയത് വേണ്ട നുറുക്ക് ഗോതമ്പ്. അത് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് പൊടിച്ച ശർക്കര 1.5 കപ്പ്, തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും. അത് ഒരു വലിയ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് എടുത്തിരിക്കുന്നത്. നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ജീരകം, ശർക്കര ഉരുക്കാനും ഗോതമ്പ് വേവിക്കാനും ആവശ്യമായ വെള്ളം. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം ഗോതമ്പ് വേവിക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന 1 കപ്പ് നുറുക്കിയ ഗോതമ്പ്. ചിലരിത് 3-ാം പാലിലൊക്കെ വേവിക്കും. പക്ഷേ 3-ാം പാലിലൊക്കെ വേവിക്കാതെ 3-ാം പാലൊക്കെ എടുത്താൽ അതിലൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് തന്നെയാണ് വേവിക്കുന്നത്. 2.5 കപ്പ് വെള്ളമാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വിസിലിട്ട് വേവിക്കാം. സ്റ്റവ് ഓണാക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 3 വിസിൽ. ഗോതമ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. 1.5 കപ്പ് പൊടിച്ച ശർക്കര, 1/2 കപ്പ് വെള്ളം, ശർക്കര നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ശർക്കര ഈ പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. സ്റ്റീമൊക്കെ നിശേഷം പോയി. നമുക്ക് തുറന്നു നോക്കാം. ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്കിന് വെള്ളം ഒഴിച്ച് അതുപോലെ വിസിലും വെച്ചാൽ മതി. ആദ്യം നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. നെയ്യ് ചൂടായി ഞാൻ അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് പകുതി മൂപ്പാകുമ്പോൾ മുന്തിരിങ്ങ ഇടാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. മുന്തിരിങ്ങ ഉരുണ്ട് വീണ്ടും നെയ്യിലേക്ക് പോവുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗോതമ്പ് ഇടാം. നെയ്യിൽ ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കാം. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു പായസമാണ്. ശർക്കര ഉരുക്കി ഗോതമ്പ് ഒന്ന് വേവിച്ചാൽ മതി. രണ്ടും ഒരേ സമയം ചെയ്യാം. ഗോതമ്പ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം ഇതിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് 2-ാം പാല് ചേർക്കാം. ഈ 2-ാം പാല് 1.5 കപ്പാണ്. ഒരു വലിയ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
ഈ കൂട്ടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുക്കണേ. നല്ലപോലെ കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഒന്നാം പാൽ ചേർക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ സ്റ്റൗ ഓഫ് ചെയ്യും. തിളക്കണ്ട. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. 1/4 ടീസ്പൂൺ ഉപ്പ്, മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ചേർക്കുന്നത് ജീരകം വറുത്താണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ സാദാ ജീരകം, ജീരകം പൊട്ടുന്നതായിട്ടില്ലേ. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി. ഗോതമ്പ് പ്രഥമനാണ് നിങ്ങൾക്ക് ഈ വർഷം വിഷുവിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഹാപ്പി വിഷു.